സോ ഹലോ എവരിവൺ, ഞാൻ നമ്മുടെ മദർബോർഡിനെ പറ്റിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം എല്ലാ പേർക്കും കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയായിരിക്കും. അതിനകത്തുള്ള മെയിനായിട്ടുള്ളൊരു കമ്പോണൻ്റാണ് മദർബോർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനകത്തുള്ള ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ലെന്ന് വേണമെങ്കിലും പറയാം. അതാണ് ഈ മദർബോർഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാം, പക്ഷേ ഈ ബോർഡിൽ എന്തിനൊക്കെയാണ് ഓരോന്നും തന്നിരിക്കുന്നത് എന്നുള്ളത് മിക്ക പേർക്കും അറിയില്ലായിരിക്കും. അതൊക്കെ എന്താണെന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ബേസിക്കായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് മദർ ബോർഡാണ്. ഫുൾ ഫോം ഫാക്ടർ ATX മദർ ബോർഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ മദർ ബോർഡ് പല ടൈപ്പുകളുണ്ട്. സൈസിനനുസരിച്ച് മൈക്രോ ATX മിനി ATX എന്നും പറഞ്ഞ് പല സൈസുകളിലായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഒരു ഫുൾ സൈസ് മദർ ബോർഡാണ് ഈ കാണുന്നത്. ഇവർ ATX മദർ ബോർഡ് എന്ന് പറയും. ഒരു ഫുൾ സൈസ് മദർ ബോർഡാണ് ഇത്, ATX മദർ ബോർഡ്. ഇനി ഈ മദർ ബോർഡിൻ്റെ ഓരോ സെക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഇത്രയും സെക്ഷനാണ് VRM സെക്ഷൻ എന്ന് പറയും, അഥവാ വോൾട്ടേജ് റെഗുലേറ്ററി മൊഡ്യൂൾ സെക്ഷൻ. ഈ ബോർഡിന് ഫുള്ളായിട്ട് ഇവിടെ 12 വോൾട്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യും. ഇവിടെയാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ATX പവർ സപ്ലൈ ഇവിടെ കണക്ട് ചെയ്യും. ഇത് പ്രോസസ്സറിൻ്റെ 12 വോൾട്ട്സ് ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഈ ബോർഡിലേക്ക് ആവശ്യമുള്ള വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് VRM സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോക്കുകളാണ്. ഈ ഇരിക്കുന്ന ഓരോ ടവറുകൾ, ഇത് ചോക്ക് എന്ന് പറയുന്നത്. ചോക്ക്, കപ്പാസിറ്റേഴ്സ്, മോസ്ഫെറ്റ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളത് എല്ലാ മദർ ബോർഡിലും നമുക്ക് കാണാം. എന്തുവാ, ഇവിടെയും 2 മെറ്റാലിക് പീസസ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് അവസാനം പറയാം. അതിന് മുമ്പ് ഈ കാണുന്നത് മിക്ക ബോർഡുകളിലും ഒന്നിൽ കൂടുതലോ ഇങ്ങനെയുള്ള സ്ലോട്ട്സ് ഉണ്ടാവും. ഇതെന്തിനുള്ളതാണ്? ഇവിടെയാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ റാം ഇടുന്നത്. റാൻഡം ആക്സസ് മെമ്മറി, അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം മെമ്മറി. ഒരു കാരണവശാലും ഇത് മിക്കവരും നോക്കിയിട്ടുണ്ട്, എന്തുവാ റാം എങ്ങനെ കൂട്ടാം. സോഫ്റ്റ്വെയറിൽ വെച്ച് റാം കൂട്ടുന്ന കാര്യം വളരെ പാടാണ്. സിസ്റ്റം മെമ്മറി ഹാർഡ്വെയറായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യവും അതിൽ നടക്കില്ല. റാം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതൊരു പഴയ മോഡൽ റാമാണ്. DDR2 മെമ്മറി സ്റ്റിക്കാണ്. ഈ ബോർഡിൽ വരുന്നത് DDR3 ആണ്. ഇത് DDR2 റാമാണ്. ഇതാണ് സിസ്റ്റം മെമ്മറി റാം എന്ന് പറയും. ഇത് ഇടുന്ന സ്ലോട്ട്സ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് 4 റാമുകൾ ഇടാൻ പറ്റും. കണ്ടില്ലേ, റാം സ്ലോട്ട് 1 2 3 4 4 റാം സ്ലോട്ട്സ് ഇടാൻ പറ്റും. അടുത്തത് എല്ലാവരും CPU എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ആ വലുതായിട്ടുള്ള പെട്ടി മാത്രമാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ വലിയൊരു പെട്ടി. ആക്ച്വലി അതല്ല CPU എന്ന് പറയുന്നത് ഇതാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡൈ ആണ് CPU എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് AMD എന്ന് പറയുന്ന കമ്പനിയുടെ, ഇൻ്റൽ AMD ഒക്കെയാണ് മോസ്റ്റ്ലി CPUs ഉണ്ടാക്കുന്നത്. ഇത് AMDയുടെ ഫിനോം 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 6 കോർ പ്രോസസ്സേഴ്സാണ്. അതെന്താ, ഒരു ഡൈക്കകത്ത് തന്നെ 6 കോറുകൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് CPU എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആ കാണുന്ന പിന്നുകൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഗോൾഡ് തന്നെയാണ്. CPUവിൻ്റെ കോണ്ടാക്ട്സ് ഗോൾഡ് ആയിരിക്കും. ഇതാണ് CPUവിൻ്റെ സോക്കറ്റ് എന്ന് പറയുന്നത്. ഓരോ ജനറേഷൻ CPUസിനും സോക്കറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് AMDയുടെ AM3+ എന്ന് പറയുന്ന സോക്കറ്റാണ്. ഇതിനകത്ത് AM3+ സോക്കറ്റ് സപ്പോർട്ടായിട്ടുള്ള CPUs നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഒരു നോച്ച് കണ്ടു, ഈ ഒരു വെട്ട്, ആ സിമ്പിൾ CPUവിനകത്തുള്ള ഈ സിമ്പിളുമായിട്ട് അലൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് രണ്ടും വെച്ചിട്ട് ഡൈ ഇടാവും. സിമ്പിൾ, ഫോഴ്സ് ചെയ്യരുത്. സിമ്പിളായിട്ട് ഇട്ടിട്ട് ലാച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ CPU ഇൻസേർട്ടായി. അതുപോലെ തന്നെ ഈ CPU പ്രവർത്തിക്കുമ്പോഴത്തേക്ക് എന്തുവാ, എല്ലാവരും CPU-ൻ്റെ കേസ് തുറന്ന് നോക്കിയിട്ടുള്ളവർക്ക് കാണാം, അകത്തൊരു
ഫാൻ ഉണ്ടാവും, ഇതുപോലൊരു ഫാൻ. ഇതാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പ്രോസസ്സർ ഹീറ്റ് ആവും. അപ്പോഴത്തേക്ക് ഹീറ്റ് സിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ടത്തെ പ്രോസസ്സറൊക്കെ ആണെങ്കിൽ ബേൺ ഓഫ് ആവും. ഇപ്പോഴത്തെ പ്രോസസ്സേഴ്സിനകത്ത് മോസ്റ്റ്ലി തെർമൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. CPU ഹീറ്റ് എടുത്ത് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അലൂമിനിയം ബ്ലോക്ക് മാത്രമാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഇത് കമ്പനിയുടെ വരുന്ന ബേസിക് സ്റ്റാൻഡേർഡ് കൂളറാണ്. വലിയ ഉപയോഗമൊന്നുമില്ല, നോർമൽ യൂസിനൊക്കെ ഇതുകൊണ്ട് തന്നെ ധാരാളം. ഓവർ ക്ലോക്കിങ്ങും ഗെയിമിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് സിങ്ക് മതിയാവില്ല. ഓവർ ക്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രോസസ്സറിൻ്റെ ഹീറ്റ് കൂടും. ഇതാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം വർക്ക് ആവാനായിട്ട് എന്തോ വേണം. ഇതിനകത്ത് എവിടെ ഡിസ്പ്ലേ കൊടുക്കും. ഇതൊക്കെയാണ് പോർട്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണലായിട്ട് കൊടുക്കുക. ഇത് PS2 പോർട്സാണ്. പണ്ടത്തെ സ്റ്റാൻഡേർഡാണ്. ഇപ്പോഴത്തെ മിക്ക ബോർഡുകളിലും ഇത് കാണാറില്ല. USB 3.0 പോർട്ട്, USB 2.0, ഈതർനെറ്റ് പോർട്സ്, ഓഡിയോ ജാക്സ്. കോമൺ ആയിട്ട് ഇത്രയും പോർട്ടുകളാണ് വരുന്നത്. ബോർഡിനകത്തുള്ള സോക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ 24 പിൻ ATX കണക്റ്റർ പവർ സപ്ലൈ ഇതിലാണ് കൊടുക്കുന്നത്. ഇത് CPUൻ്റെ ATX CPUൻ്റെ പവർ ലൈനാണത്. ഇവിടെ ഇൻറ്റേർണൽ ഫാൻസ്, CPUവിനകത്തുള്ള ഫാൻ ഹെഡേഴ്സാണ് ഈ കാണുന്നത്. പിന്നെ പോർട്സിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതെന്തുവാ, PCI എക്സ്പ്രസ് പോർട്സ്, PCI X16 പോർട്സാണ്. ഇതിനകത്ത് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇടും. ഈ ഇത്രയും നേരം കണ്ട പോർട്സിനകത്ത് നോക്കിയാൽ അറിയാം ഡിസ്പ്ലേ കൊടുക്കാൻ ഒരു വഴിയുമില്ല. ഇങ്ങനത്തെ ഒരു ബോർഡിനകത്ത്, ഈ സീരീസ് ബോർഡിനകത്ത് ഓൺ ബോർഡ് ഡിസ്പ്ലേ വരത്തില്ല. വേറൊരു മദർ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പഴയ ബോർഡാണ്. ഇത് കണ്ടോ, ഇതിലാണ് നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്യുന്നത്. മോണിറ്റർ കണക്ട് ചെയ്യുന്ന പോർട്ടാണിത്. മോണിറ്റർ കണക്ട് ചെയ്യാൻ ഓൺ ബോർഡ് ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട്. അതിപക്ഷം ഈ ബോർഡിനകത്ത് ഓൺ ബോർഡ് ഡിസ്പ്ലേ ഇല്ല. അതിനുവേണ്ടി നമ്മൾ എന്തിടണം, ഡിസ്പ്ലേ കാർഡോ ഗ്രാഫിക്സ് കാർഡോ എന്ത് വേണോ അതിന് പറയാം. സിസ്റ്റമിലേക്ക് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊരു ബേസിക് ഡിസ്പ്ലേ കാർഡാണ്. ഇത് വെച്ച് വലിയ ഗെയിമിംഗ് ഒന്നും നടക്കത്തില്ല. പക്ഷേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുകൊണ്ട് ഗെയിം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതെന്തുവാ, NVIDIAയുടെ GT610 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് കാർഡാണ്. ഈ കാർഡ് ഈ ബോർഡിലേക്ക് ഇടാനുള്ള ഒരു സ്ലോട്ടാണ് നമ്മളീ പറഞ്ഞ PCI X16 പോർട്ട്. ഈ പോർട്ടിലേക്ക് ഈ നോച്ച് നോക്കി നമ്മൾ കാർഡ് ഇട്ടാൽ മാത്രം മതി. PCI കാർഡ് ഇടുന്നത് ഇങ്ങനെ പ്രസ് ചെയ്താണ് കാർഡ് ഇടുന്നത്. കാർഡ് ഇട്ട് കഴിയുമ്പോൾ സിസ്റ്റത്തിൽ കണ്ടോ DVI പോർട്ട്, HDMI പോർട്ട്, VGA പോർട്ട്, ഇതെല്ലാം മോണിറ്റർ പോർട്ട്സാണ്. ഇതിനകത്ത് മോണിറ്റർ പോർട്ട് ഇല്ലാത്ത സിസ്റ്റത്തിനകത്ത് എക്സ്പാൻഷൻ കാർഡ് ഇട്ടാണ് നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്യുന്നത്. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഗ്രാഫിക്സ് കാർഡ് ബാക്കിൽ നിന്ന് വലിച്ച് പുഷ് ചെയ്യരുത്. കാരണം ഒരു ലോക്കുണ്ട്, അത് ലോക്ക്ഡാണ്. കാർഡ് എപ്പോഴും റിമൂവ് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ നിന്ന് പുഷ് ചെയ്യുക. ബാക്കിൽ ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ഇതാണ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ലോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 ഗ്രാഫിക്സ് കാർഡ് ഇടുന്ന പോർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. രണ്ട് കളറാണ്. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് X16 ആണ്. PCI ലൈൻസ് എന്ന് പറയും. CPU-ലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന PCI ലൈൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ പോർട്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് PCI X16-1 പോർട്ടാണ്. കാണാം, PCI X16. ഇത് PCI X16 സെക്കൻഡ്. ഇത് 4 ബാൻഡ് വിഡ്ത്തേ ഇതിനുള്ളൂ. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നുകൾ ഫുള്ള് ഉണ്ടാവില്ല. ഇവിടം വരെ പിന്നുള്ളൂ. ഈ പോർട്ട് ഫുള്ള് പിന്നുള്ള പോർട്ടാണ്. നോക്കിയാൽ കാണാം, കണ്ടോ, ഗോൾഡൻ കളർ കോണ്ടാക്ട്സ് ഫുള്ള് ഉണ്ട്. ഇത് PCI X1 ആണ് PCI പോർട്ട്. ഇതൊക്കെ PCI പോർട്സാണ്. എക്സ്പാൻഷൻ കാർഡ്സ് എന്തുവാ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, USB കാർഡ് തുടങ്ങിയ കാർഡ്സൊക്കെ ഇട്ട് നമുക്ക് ബോർഡിൽ ഓൾറെഡി ഇല്ലാത്ത ഫങ്ഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പാൻഷൻ പോർട്സാണ് ഈ കാണുന്നതൊക്കെ. അടുത്തത് ഇതെന്തുവാ,
ഇത് കോം പോർട്ട് എന്ന് പറയും. കോം പോർട്ട് ഈ കാണുന്നത് കോം പോർട്ടിൻ്റെ ഹെഡറാണ്. ഈ പിന്നുകളെല്ലാം ഹെഡേഴ്സാണ്. ബോർഡിലില്ലാത്ത കണക്ഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഹെഡേഴ്സാണ് ഈ കാണുന്നത്. ഇത് കോം പോർട്ട് എന്ന് പറയും. പഴയ ബോർഡുകളിൽ ഇത് പോർട്ടായിട്ട് വരും. ഇതാണ് കോം പോർട്ട് എന്ന് പറയുന്നത്. ചിലതിനകത്ത് പാരലൽ പോർട്ട് വരും. ഇതാണ് പാരലൽ പോർട്ട്. ഇതൊക്കെ ഓൾഡ് പ്രിൻ്റർ കണക്ഷനും തുടങ്ങിയതിന് വേണ്ടിയുള്ള പഴയ മോഡൽ പോർട്ട്സാണ്. ഇതിനകത്ത് ഇനിയുള്ള ഹെഡർ എന്തുവാ? സ്പീഡിഫൈ ഔട്ട് കണ്ടോ, ഡിജിറ്റൽ ഓഡിയോ ഹെഡറാണ് ഈ കാണുന്നത്. ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ടിന് വേണ്ടിയുള്ളത്. USB ഹെഡേഴ്സാണ്. ഫ്രണ്ട് പാനലിൽ വരുന്ന USB അല്ലെങ്കിൽ എങ്ങോട്ടത്തേക്കും ആവട്ടെ USB എക്സ്പാൻഷൻ ഹെഡേഴ്സാണിത്. 1, 2, 3 ഓരോ പോർട്ടിലും ഈ 2 USB ആണ് വരുന്നത്. ഓരോ ഹെഡറിലും 2 USB വീതം ഉണ്ടാവും. അപ്പോഴത്തേക്ക് എത്ര? 2, 4, 6 USB ഹെഡർ ഇതിനകത്തുണ്ട്. ഇത് ചേസ് ഇൻട്രൂഷൻ സ്വിച്ച് എന്ന് പറയും. ഈ ഹെഡർ ഇളകി കളഞ്ഞിട്ട് നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ചേസ് ആരെങ്കിലും, അതായത് ക്യാബിൻ്റെ ഡോറ് ആരെങ്കിലും തുറന്നിട്ടുണ്ടോ ഇല്ലേ അറിയാൻ പറ്റും. ഇതെന്തുവാ? ഫ്രണ്ട് പാനൽ ഹെഡർ എന്ന് പറയും. ഈ കാണുന്നത് ഫ്രണ്ട് പാനലിൽ നമ്മൾ സിസ്റ്റം ഓൺ ആക്കുന്ന സ്വിച്ച്, റീസെറ്റ് ചെയ്യുന്ന സ്വിച്ച്, ഹാർഡ് ഡിസ്കിൻ്റെ LED, പവർ LED തുടങ്ങിയതെല്ലാം ഇതിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഇനി ഇതെന്തുവാ? ഈ ചെറിയൊരു ഇതിനെയാണ് RTC അല്ലെങ്കിൽ CMOS ക്രിസ്റ്റൽ റീസെറ്റ് ചെയ്യുന്ന ജമ്പേഴ്സ് എന്ന് പറയും. മദർ ബോർഡിൻ്റെ മെമ്മറി ക്ലിയർ ചെയ്യാനുള്ള ഹെഡേഴ്സാണ് അത്. ഇതാണ് SATA പോർട്ട്സ് എന്ന് പറയുന്നത്. SATA അത് നമ്മുടെ ഹാർഡ് ഡിസ്കും CD ഡ്രൈവും ഒക്കെ ഇൻറ്റേർണലി കണക്ട് ചെയ്യുന്ന പോർട്ട്സാണ് ഈ കാണുന്ന 6 പോർട്ട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2 അലൂമിനിയം ബ്ലോക്കിൻ്റെ അടിയിലാണ് എന്തുവാ? നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്ന 2 ചിപ്പ് സെറ്റ് എന്ന് പറയുന്ന ഒരു മദർ ബോർഡിൻ്റെ ചിപ്പ് സെറ്റ് CPU-നെ സപ്പോർട്ട് ചെയ്ത് ഈ ബാക്കി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ചിപ്പുകൾ വരുന്ന, അല്ലെങ്കിൽ ഒരു മദർ ബോർഡിൻ്റെ ചിപ്പ് സെറ്റ് വരുന്നത് ഇതിൻ്റെ 2ൻ്റെയും അടിയിലാണ്. നോർത്ത് ബ്രിഡ്ജ് ഡയറക്റ്റ്ലി CPU-യുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്. സൗത്ത് ബ്രിഡ്ജ് ഓൾവേസ് നോർത്ത് ബ്രിഡ്ജ് വഴിയായിരിക്കും CPU-യുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ ഈ ബോർഡിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെയാണ് നമ്മൾ ഒരു ബാറ്ററി ഇടുന്നത്. കണ്ടിട്ടുണ്ടോ? മിക്ക തവണയും സിസ്റ്റം ഓൺ ആക്കുമ്പോഴത്തേക്ക് ടൈമും ഡേറ്റും തെറ്റിപ്പോകുന്നു, എറർ എഴുതി വരുന്നു. ഇതെല്ലാം ഈ ബാറ്ററി ഇതാണ് എന്തുവാ? CMOS ബാറ്ററി എന്ന് പറയും. ഇതിൻ്റെ CPU-ൻ്റെ മദർ ബോർഡിൻ്റെ മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാറ്ററി ഇതിനകത്താണ് ഇടുന്നത്. 3 വോൾട്ട് സെല്ലാണ് ഇതിനകത്തിടുന്നത്. ആ സെല്ല് ചാർജ് തീരുമ്പോഴത്തേക്കാണ് മദർ ബോർഡിൽ എറർ എഴുതി വരുന്നത്. ഈ കാണുന്നതാണ് മദർ ബോർഡിൻ്റെ ബയോസ് ചിപ്പ് എന്ന് പറയുന്നത്. ബോർഡിൻ്റെ ബേസിക് ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ വിൻഡോസൊക്കെ ലോഡ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയറിനെ സിസ്റ്റം ലെവൽ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ ഫേംവെയർ ലോഡ് ചെയ്തേക്കുന്ന ചിപ്പാണ് ബയോസ് ചിപ്പ് എന്ന് പറയുന്നത്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ്. ഇതിനകത്ത് എന്തുവാ? UEFI ബയോസാണ് ഇതിനകത്ത് വരുന്നത്. കീബോർഡ് മൗസും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബയോസാണ് ഇതിനകത്ത് വരുന്നത്. നോർമലി കീബോർഡ് മാത്രം വെച്ചായിരിക്കും ബയോസ് യൂസ് ചെയ്യുന്നത്. ഈ ചിപ്പ് ഡയറക്റ്റ് ബോർഡിലായിരിക്കും സോക്കറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത്. ഇത് ഞാനൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതി ആക്കിയതാണ്. പിന്നെ ഈ ബയോസിൻ്റെ ഫേംവെയർ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ലെവലായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ചിപ്പാണ് ഇത്. സൂപ്പർ IO ചിപ്പ് എന്ന് പറയും. ബേസിക് സിസ്റ്റം ലെവൽ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, സ്റ്റാർട്ടപ്പ്, റീസെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ചിപ്പാണ് ഇതെന്ന് പറയുന്നത്. ഇത് ക്രിസ്റ്റൽ, ഓരോന്നിനും ക്ലോക്ക് ഫ്രീക്വൻസീസ് ഉണ്ട്. ഓരോന്ന് റണ്ണാവാനുള്ള ക്ലോക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ക്രിസ്റ്റൽസാണ് ഇത്. ബോർഡിനകത്ത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. സപ്പോസ് ഇവിടെ ഒരു ക്രിസ്റ്റലുണ്ട്, പിന്നെ ഇവിടെ ഒരു ക്രിസ്റ്റലുണ്ട്. ഓരോന്നിനുമുള്ള ടൈമിംഗ് ഫ്രീക്വൻസീസ്, അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻസിയിലുള്ള ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രിസ്റ്റൽസാണ് ഈ കാണുന്നത്. പിന്നെ ഈ LED സ്റ്റാൻഡ് ബൈ പവർ, അതായത് പവർ സപ്ലൈയിൽ AC വോൾട്ടേജ് ഉള്ളിടത്ത്, പവർ സപ്ലൈയിൽ AC വോൾട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ LED കത്തിയിരിക്കും. ഇതാണ് സ്റ്റാൻഡ് ബൈ LED. നേരത്തെ കാണിച്ച കണക്കത്തെ ക്ലോക്ക് ക്രിസ്റ്റലിൻ്റെ വേറൊരു മോഡൽ ക്രിസ്റ്റലാണിത്. ഇതെല്ലാം ക്ലോക്ക് ക്രിസ്റ്റൽസാണ്. ഇതെല്ലാം ഓരോ ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് മോസ്ഫെറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി മദർ ബോർഡ്
സ്റ്റാർട്ട് ആവാതെയൊക്കെ വരുന്നത്, അതായത് സിസ്റ്റം ഓൺ ആവാതെയൊക്കെ വരുന്നത് ഇതിൻ്റെ ഡാമേജുകൾ കൊണ്ടായിരിക്കും. ഇത് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് സിസ്റ്റം ഓൺ ആവാത്തത്. ഈ കാണുന്നത് ആസ്മീഡിയയുടെ ചിപ്സെറ്റ്. ഇതെന്തുവാ? ഇത് USB 3.0 കൺട്രോളർ എന്ന് പറയും. USB കൺട്രോളറാണ് ആ കാണുന്നത്. പിന്നെ USB കൺട്രോളേഴ്സ് പറഞ്ഞതുപോലെ CPU സോക്കറ്റ്, RAM സോക്കറ്റ്സ്, ചിപ്സെറ്റ്സ്, ഒരു മദർ ബോർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസ് ഇട്ട് ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് കൺസിഡർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.